മോളെ തുറക്കല്ലേ, അടച്ചിട്. ഗേറ്റ് വെച്ചിരിക്കുന്നത് അടച്ചിടാൻ വേണ്ടിട്ടല്ലേ? എന്തിനാ ഗേറ്റ് അടച്ചിടണേ? ഇന്നത്തെ ദിവസം ഗേറ്റ് തുറക്കണ്ട, അടഞ്ഞു തന്നെ കിടക്കട്ടെ. അച്ഛനല്ലേ പറഞ്ഞിട്ടുള്ളത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഗേറ്റ് തുറന്നിടണെന്ന്? അതൊക്കെ ശരിയാ മോളെ, പക്ഷെ ഇന്നത്തെ ദിവസം ഇത് അടഞ്ഞു കിടന്നാ മതി. ഇന്നത്തെ ദിവസത്തിന് എന്നിട്ട് പ്രത്യേകത? ഇന്ന് 1-ാം തീയതി അല്ലേ? 1-ാം തീയതി ബാറും പ്യൂറേജ് ഒക്കെ അല്ല അടച്ചിട, അല്ലെങ്കിൽ ഗേറ്റ് അറിയില്ല അടച്ചിടും. അതൊക്കെ അറിയാല്ലേ. 1-ാം തീയതി ആയിട്ട് നമ്മുടെ ഈ ഗേറ്റും തുറക്കണ്ട. കണ്ട ശകുനപ്പുഴ പിടിച്ചു വരുന്നു, വീട്ടിനകത്തോട്ട് കാല് കുത്തണ്ട. അയ്യേ, അച്ഛനൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിച്ചോണ്ടിരിക്കാ? ഇത് വിശ്വാസമുണ്ട്, അത് സത്യമാണ്. എങ്ങനെ സത്യമാണെന്ന്? നിനക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ മാസം 1-ാം തീയതി ആരാ ഇവിടെ കാല് കുത്തിയെന്ന്? ആരാ? നിന്റെ അമ്മയുടെ അച്ഛൻ കാലം കലാധരൻ. ഇന്ന് ആ ഒരു മാസം എന്ന് വെച്ചാൽ മുടിഞ്ഞ മാസമായിരുന്നു. ഇങ്ങനെ കച്ചവടം തൊട്ടടുത്ത് വരെ വന്നിട്ട് പോലും ഇയാള് കയറിയതിന്റെ ഫലവാ ആ കച്ചവടം നടന്നില്ല. പിന്നെ അപ്പൂപ്പ കാല് കുത്തിയിട്ടാണ് അച്ഛന് കച്ചവടം നടക്കാത്തതെന്ന് ആരാ പറഞ്ഞേ? 100% ഉറപ്പാ. ഇല്ലെങ്കിൽ എത്രയോ വലിയ കച്ചവടം നടക്കേണ്ടതാ. അങ്ങനെ കാല് കുത്തി എന്റെ കച്ചവടം പോയി. അതിന് ശകുനപ്പഴയുള്ളവരൊക്കെ എങ്ങനെ തിരിച്ചറിയും? അത് എനിക്കിഷ്ടമില്ലാത്തവര് എല്ലാം ശകുനപ്പഴയാ. അപ്പൊ അപ്പൂപ്പന് അച്ഛനെ ഇഷ്ടല്ല? അപ്പൂപ്പനെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നമ്മോട് പറഞ്ഞു കൊടുക്കാം. എന്റെ മകളെ അബദ്ധം ഉണ്ടാക്കരുത്. നിന്റെ അമ്മ അല്ലെങ്കിൽ ഒരു കാരണം കാത്തിരിക്കുക എന്റെ തലയെ മെക്കിട്ട് കയറി. നീ ഇത് പോയി പറഞ്ഞിട്ട് ഇനി ഇവിടെ എന്നെ പിടിച്ച് തലകുത്തി നിർത്തോളൂ. ഞാൻ പറഞ്ഞു കൊടുക്കണല്ല. എനിക്ക് എന്ത് മേടിച്ചു തരും? അതൊക്കെ എന്ത് വേണം? എന്ത് തരും? നിനക്ക് ഞാൻ ഈ സ്ഥലത്തിൽ നിന്ന് 1 ഏക്കർ അങ്ങോട്ട് പതിച്ചു തരാം. ഒരു നിക്കർ പോലും സ്വന്തമായിട്ടില്ലാത്ത അച്ഛൻ 1 ഏക്കർ എനിക്ക് പതിച്ചു തരും? അമ്മക്ക് അറിയാലോ, പിന്നെ അച്ഛനോട് ചോദിക്കാവോ? അച്ഛൻ ഇതൊക്കെ അടച്ചിട്ട് നല്ല ഐശ്വര്യമുള്ള ആരെങ്കിലും വരുമ്പോൾ തുറന്നു കൊടുത്ത് അവരെ കയറ്റിയിട്ട് ആ ഐശ്വര്യം എനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ നല്ല കച്ചവടം നടത്തി ഒരുപാട് പൈസ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഞാൻ മേടിച്ചു തരും. മതിയോ? മതി. പക്ഷെ ഇതൊന്നും പോയി ആ അമ്മയെടുത്ത് എഴുന്നള്ളിക്കരുത്. ഇല്ല, പറയണില്ല. എന്നാ മോളിതൊക്കെ അടിച്ച് വൃത്തിയാക്കി കുട്ടപ്പിയായിട്ട് അങ്ങോട്ട് വാ. ഏറ്റവും വലിയ ശകുനപ്പഴേ പോണത്, പിന്നെ ഗേറ്റ് അടച്ചിട്ടിട്ട് എന്താ കാര്യം? Thank you for the gift. Nobel Prize. അയ്യേ, എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ബുക്കും തുറന്നു വെച്ചു. നിനക്ക് ഞാൻ തരാടാ ഗിഫ്റ്റ്. എന്ത് വെച്ചാ? എന്തോ ഉറക്കമായത്? പഠിക്കണ്ടേ? പഠിച്ചു. പിന്നെ സ്വപ്നം കാണുന്നല്ലേ അബ്ദുൽ കലാം പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് സ്വപ്നം കാണുമായിരുന്നു. അയ്യേ, അബ്ദുൽ കലാം സ്വപ്നം കാണണമെന്ന് മാത്രമല്ല പറഞ്ഞത്. സ്വപ്നം കണ്ടിട്ട് അതനുസരിച്ച് നീങ്ങണം, എന്നാൽ ലക്ഷ്യത്തിൽ എത്തുമെന്നാ പറഞ്ഞത്. ഞാൻ നീങ്ങുന്നുണ്ട്. എന്തോന്ന് നീങ്ങുന്നുണ്ട്? നീ എന്തോ പഠിച്ചു എത്ര നേരമായിട്ട്? അത് ഞാൻ പഠിച്ചു. അല്ല, അതും മരത്തിയിട്ടാണ് കിടക്കുന്നത് അല്ലേ? ഇന്ന് തൊട്ട് നീ എപ്പ കിടക്കണം, നീ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ അപ്പ ഇടുന്ന അച്ഛൻ തന്നെ പറയൂ. അപ്പൊ വേണം നീ അപ്പ ഇടുന്നു പല്ല് തേക്കുന്നതൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കൂടാ. എന്റെ സ്വപ്നം കാണല്, നീ എന്ത് സ്വപ്നം കാണണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. കഷ്ടം. എനിക്ക് ഇച്ചിരി ഫ്രീഡം വേണ്ട പഠിക്കാൻ. ഒരു ഫ്രീഡം വേണ്ട. മര്യാദക്ക് അവിടെ നിന്ന് പഠിക്കുക, ടെസ്റ്റ് എഴുതി പാസ്സാകുക. പാസ്സായിക്കോളാം. അച്ഛൻ കുഴപ്പമുണ്ടായിരുന്നു? ഓ, ഇവനെന്ത് ചെയ്യാൻ നോക്കാൻ വന്നത്? പോത്തിനെ പോലെ ഉറങ്ങുന്നു. എന്റെ ഹെഡ്സെറ്റ് എവിടെയാടാ? നീ നേരത്തെ എന്റെ ഹെഡ്സെറ്റ് എടുത്തോണ്ട് പോയതല്ലേ, നീ തിരിച്ചതാ. നിനക്കതിന് ഇപ്പൊ ഹെഡ്സെറ്റ്? പാട്ട് കേൾക്കാൻ. അല്ലൊക്കെ വീട്ടിൽ ജോലി ചെയ്യേണ്ട സമയത്തോ പഠിക്കുന്ന സമയത്തോ ഹെഡ്സെറ്റ് എടുത്ത് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ് നീ. എന്താ പാട്ട് കേട്ട എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലേ? അച്ഛൻ എന്താ എടാ, ഒരു ലക്ഷ്യബോധം വേണ്ടേ ജീവിതത്തില്? എനിക്ക് നല്ല ലക്ഷ്യബോധം ഒക്കെ ഉണ്ട്. എന്താന്ന് ലക്ഷ്യബോധം? ഞാനൊരു ഹോട്ടൽ പണിഞ്ഞിട്ട് അതിന്റെ MD ആവും. നടന്നത് തന്നെ. ഡാഡാ, നീ ആണോടാ തീരുമാനിക്കുന്നത് നടക്കൂല്ലേ എന്നുള്ളത്? തട്ടുകടയായിരിക്കും, തട്ടുകട. തമാശ. പിന്നെ എന്താന്ന് പാട്ടില്ല നീ പണിയാൻ പോണത്? അതൊക്കെ ഞാൻ പണിഞ്ഞോളാം. എനിക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് 5 സ്റ്റാർ ഹോട്ടൽ ഒന്ന് പണിത് തരാനുള്ള പൈസയൊന്നും എൻ്റെ ഒന്നും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ നീ തന്നെ പണിയെടുത്തുണ്ടാക്കേണ്ടി വരും. അതിനുള്ള കെൽപ്പുണ്ടോ? ആ സമയത്ത് ഹെഡ്ഫോൺ എടുത്ത് പാട്ട് കേട്ടോണ്ടിരുന്നാ മതിയോ? ഈ പറയുന്ന അച്ഛന് പിന്നെ ഭയങ്കര ലക്ഷ്യബോധം കാണാം. മിണ്ടരുത്. എന്തെങ്കിലും നിന്നെ നന്നാക്കാൻ പറഞ്ഞ ഉടനെ എന്റെ തല മെക്കിട്ട് കയറിക്കണം കേട്ടോ. എടാ, എന്റെ ലക്ഷ്യബോധം തൊലഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യബോധം എന്താണെന്നറിയോ? ഇവന് ഒരു നല്ല ലക്ഷ്യബോധം ഉണ്ടായി കൊടുക്കുക, അതിലോട്ട് എത്തിക്കുക. എന്നെ എത്തിക്കാണെന്ന് നോക്കണ്ട, എനിക്ക് നൊബേൽ പ്രൈസ് തന്നെ കിട്ടിക്കോളൂ. എന്റെ ഇത് പഠിത്തമൊക്കെ ഒന്ന് കഴിയട്ടെ. ഗ്രീൻ റെവല്യൂഷൻ കഴിയുമ്പോൾ എനിക്ക് കിട്ടും നൊബേൽ പ്രൈസ്. നടക്കും.
ഇത് ഈ ജംഗ്ഷനിൽ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല നൊബേൽ പ്രൈസ്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. നിങ്ങൾക്ക് പോക്കെ എനിക്ക് ശരിയൊന്നും ഓർമ്മ. എനിക്കടാ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കിടക്കട്ടെ, അപ്പൊ എനിക്ക് എനർജി വരും, അപ്പൊ ഞാൻ പഠിച്ചോളാം. അലർജി എനർജി നീ പല്ലും തേക്കേണ്ട, വെള്ളവും കുടിക്കേണ്ട, ഒരു എനർജിയും വേണ്ട. ബുക്ക് എടുത്തേ, എടുക്കടാ. ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. നീ ഞാൻ പറയുന്നിടത്തിരുന്ന് പഠിച്ചാൽ മതി. എഴുന്നേറ്റ് ഇവിടെ ഇരുന്ന് പഠിച്ചോളാം, വെളി ചൂടാ. എനിക്ക് പോടാ. എന്ത് നടന്നേ. പൂച്ചയെ പൊക്കുന്ന പോലെ പൊക്കൂടാ. അച്ഛാ എന്നെ പൊക്കിയില്ലല്ലോ. ചിലപ്പോ എനിക്ക് ലക്ഷ്യബോധം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും.